ഇറ്റ്സ് ഡേ 3. ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, അത് കഴിച്ചു. ഇപ്പം ഞങ്ങൾ സ്ട്രെയിറ്റ് ടു സിഡ്നി. സോ ഇന്ന് ഞങ്ങൾക്ക് ചെറിയ കുറച്ച് അർജൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഓൺ ദി വേ ടു സിഡ്നിയാണ്. ഒരു 1.25 മണിക്കൂർ എടുക്കും ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന് സിഡ്നിയിലോട്ട്. സോ വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഒരു 11:45-12 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ ഓൺ ദി വേ ടു സിഡ്നിയാണ്. വി റീച്ച് സിഡ്നി ഓൾറെഡി. അപ്പോൾ നമ്മളങ്ങനെ സിഡ്നി റീച്ച് ആയിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ഇന്നൊരു മൺഡേ ആണ് കേട്ടോ, പക്ഷെ നല്ല തിരക്കുള്ള ദിവസമാണ്. സോ ഇന്ന് ഞങ്ങൾക്ക് എന്താണെന്നറിയോ സിഡ്നിയിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്? ഇന്ന് ഞങ്ങളുടെ 20 വീക്സ് സ്കാനിങ് ഉള്ള ദിവസമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സിഡ്നിയിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള ഒരു റേഡിയോളജി സെക്ഷനിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2:30 ടൈമിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അതൊരു 45 minutes to 1 hour വരേക്കും പോകുന്ന തരത്തിലുള്ള ഒരു സ്കാനിങ് ആണ്. കാരണം 20 വീക്ക് സ്കാനാണല്ലോ. അപ്പോൾ അവർ ഫുള്ളായിട്ട് ബേബിയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഓർഗൻസും പാർട്സ് എല്ലാം വന്ന് ക്ലിയർ ആയിട്ട് അവർ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബേബീനെ കാണാനായിട്ട്. കാരണം നമ്മൾ 12 വീക്സിൽ കണ്ടതല്ലേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 8 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ 20 വീക്ക് സ്കാനിൽ ഐ എം ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ ദ ബേബി. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്കുള്ളിൽ പോകുമ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ യൂഷ്വലി മോർ ഓഫ് എ ട്രാവൽ തിങ് ആയിരിക്കും നിങ്ങൾ കാണാം. അപ്പോൾ നമ്മളിതേ സിഡ്നി ഹാർബർ ബ്രിഡ്ജിലോട്ട് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നതുണ്ടല്ലോ, ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് പോകുമ്പോൾ ഭയങ്കര എന്തോ ഒരു സംഭവമാണ് എന്നിങ്ങനെ തോന്നും. ഭയങ്കര രസം. എനിക്ക് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട് ഇതുപോലെ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ മിഡിൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ഫീലാണ് കേട്ടോ അത് കാണാൻ. ഇതിന് മുകളിൽക്കൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടേ. അത് നമ്മളെ സിഡ്നി ഹാർബർ ബ്രിഡ്ജ് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളെന്തോ $45 എന്തോ പേ ചെയ്താൽ ഒരു ഗ്രൂപ്പായിട്ട് അവർ നമ്മളെ കൊണ്ടുപോകും. അത് എല്ലാ ദിവസവും തന്നെ ഉണ്ട്. നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. എന്നിട്ട് ആ ടൈം സ്ലോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നിട്ടുള്ള വ്യൂ എല്ലാം കാണാം. ഞങ്ങൾ ഇതുവരെ 8 വർഷമായി ഓസ്ട്രേലിയയിൽ വന്നിട്ട്, പക്ഷെ ഇന്ന് വരെ ഞങ്ങളത് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഇമെയിലിലോട്ട് വരും സ്കാൻ റിപ്പോർട്ട്സ് ഫുള്ള് നമ്മുടെ ഇമെയിൽ വരും. എല്ലാ ഇമേജസും വരും. കണ്ടോ ഞങ്ങളുടെ കുഞ്ഞു ബേബീനെ? അന്നത്തെ ദിവസം നമ്മൾ സ്കാനിങ് കഴിഞ്ഞ് കുറച്ച് ലേറ്റായി, ഒരു 1.5 hours അങ്ങനെ പോയി. സ്കാനിങ് ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ എല്ലാ പാർട്സും ക്ലിയർ ആയിട്ട് കിട്ടിയത്. എന്തായാലും ഞങ്ങൾ അന്നത്തെ ദിവസം വേറെ കാര്യങ്ങൾ അധികം ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഓൾ ദി വേ ടു ക്യാൻബറ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഡ്രൈവ് ചെയ്ത് മെൽബണിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ മെൽബണിൽ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഒരു ടൂർ തരാമെന്ന്. അപ്പം നമ്മൾ കയറി വരുന്നതേ ഇവിടെ റൈറ്റ് സൈഡിൽ ഉള്ളത് ബാത്റൂമാണ്. നല്ല വിശാലമായ ഒരു ബാത്റൂമാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ കിച്ചണുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, ഡ്രയറുണ്ട്, ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 bedroom അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഒരു ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാം. ഇവിടെ ഡിഷ് വാഷറുണ്ട്. അപ്പോൾ ഡിഷസ് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ പല കാര്യങ്ങളും. ആക്ച്വലി ഒരു 1 bedroom അപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഉണ്ടാവോ അതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഒരു ലോഞ്ച് ഏരിയ ഉണ്ട്, 2 TV ഉണ്ട്. ഒരു TV ബെഡ്റൂമിലും ഉണ്ട്, ഒരു TV ലോഞ്ച് ഏരിയയിലുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം.
ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു ഞങ്ങളുടേത്. പിന്നെ ഇവർ നല്ല എസ്തെറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഫോട്ടോ ഫ്രെയിംസൊക്കെ വെച്ച് എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഡെയിലിയും നമുക്കിവിടെ റൂം സർവീസും ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങും ഫ്രീ ആണ്. ഇവരുടെ പാർക്കിംഗ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ കാണുന്ന സ്പോട്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ചീപ്പാണ്. ഒരു 1 hourന് $1 പേ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. സമയം 8 മണി ആയതുകൊണ്ട് ഞങ്ങൾ പോയി ഡിന്നർ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും നടന്നില്ല, ഫുൾ ട്രാവൽ തന്നെയായിരുന്നു. ഇതാണ് മെൽബൺ സിറ്റി, മെൽബൺ CBD എന്ന് പറയാം വേണമെങ്കിൽ. ഇത് ആക്ച്വലി ഒരു പോലീസ് ബിൽഡിംഗ് ആണ്. നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ പോലീസിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് പോലെ ഉള്ള സംഭവമാണെന്ന് തോന്നുന്നു. സോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. അതായത് മെൽബണിൽ നിന്നും ഒരു 1 hour ഡിസ്റ്റൻസിൽ ജെലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മന്തി ഷോപ്പാണ്, മന്തി റെസ്റ്റോറൻ്റാണ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത മന്തി കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കഴിക്കാൻ. അത് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അന്ന് രാത്രി ടേക്ക് അവേ എടുത്തു. എന്തായാലും നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാണാൻ പോയി. ഞങ്ങൾ നേരെ തിരിച്ച് മെൽബണിലോട്ട് തന്നെ വന്നു. കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു, ഇപ്പോൾ തന്നെ 10 o'clock ആയല്ലോ. വരുന്ന വഴിക്ക് ചെറിയ ഒരു മഴ ഒക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് യാത്രയായിരുന്നുകൊണ്ട് നല്ല ടയർഡായിരുന്നു. കാര്യം ഹൊസാനയാണ് വണ്ടി ഓടിച്ചതെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.